കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്ന് മന്ത്രിസഭായോഗം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കുന്നതിനെതിരെ സമരം നടത്താനൊരുങ്ങുന്ന കോൺഗ്രസ് സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാന ജയിൽ പരിഷ്കാര ഏകാംഗ കമ്മീഷനായി മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബിനെ നിയമിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ മന്ത്രിസഭായോഗമാണ് കൈക്കൊണ്ടത്. സർക്കാർ തീരുമാനത്തിനെതിരെ സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനകൾ സമരപ്രഖ്യാപനവും എതിർപ്പുമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടതില്ലെന്ന് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുത്തത്. സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഡ്യൂട്ടിക്കെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെസ് സബ്സിഡിയായി നേരത്തെ അനുവദിച്ച 1 കോടി രൂപയ്ക്ക് പുറമെ 75 ലക്ഷം രൂപ കൂടി അനുവദിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കണ്ണൂർ കോർപ്പറേഷന്റെ സുഗമമായ പ്രവർത്തനത്തിന് കോർപ്പറേഷൻ സെക്രട്ടറി, ഓഫീസ് ജീവനക്കാർ, സാനിറ്റേഷൻ ജീവനക്കാർ എന്നിവരുടെ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജയിൽ പരിഷ്കരണങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബിനെ ഏകാംഗ കമ്മീഷനായി നിയമിച്ചു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിസ്ഥിതി വകുപ്പുമായി പര്യാലോചന ഉറപ്പുവരുത്താൻ കാര്യനിർവഹണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.